പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. രാവിലെ തന്നെ നെയ്യാൻകുട്ടനും ഇക്കും കൂടി പള്ളിയിലേക്ക് പോവാണ്. വാപ്പിച്ച കുറച്ചും കൂടെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. നെയ്യാൻകുട്ടൻ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് വാപ്പിയും മോനും കൂടെ രണ്ടാമതാണ് പോയിട്ടുണ്ടായിരുന്നത്. പള്ളിയിൽ നിന്ന് വന്ന ഉടനെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് നെയ്യാൻകുട്ടന് പെരുന്നാൾപ്പടി കിട്ടി. വാപ്പിച്ചായും മിമ്മിച്ചായും മിക്കും ഞാനും എല്ലാവരും പെരുന്നാൾപ്പടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പെരുന്നാൾപ്പടിയെല്ലാം എൻ്റെ കയ്യിലാണ് കേട്ടോ കൊണ്ടു തരുന്നത്. എന്തിനാന്ന് വെച്ചാൽ അവന് ടോയ് വാങ്ങാനാണെന്ന് കേട്ടോ പറയുന്നത്. ഉമ്മി ഇതെല്ലാം വെച്ചു, നമുക്ക് ടോയ് വാങ്ങാം കേട്ടോ, ഇതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയ സമയത്ത് ഞാനും ഉമ്മച്ചായും കൂടെ രാവിലത്തെ കുക്കിംഗ് ഒക്കെ റെഡിയാക്കി. ഒറോട്ടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ബീഫ് കറി ഞാനും ഉമ്മച്ചായും കൂടെ വെച്ചു. അങ്ങനെ ഞങ്ങൾ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പെരുന്നാൾ ദിവസം എപ്പോഴായിരുന്നാലും രാവിലെ ഇതുപോലെ ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒറോട്ടിയോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ ഊണിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരിക്കും. ഉച്ചക്കലത്തേക്ക് എങ്ങനെയാണെങ്കിലും നമ്മൾ ബീഫ് ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത്. മിക്കവാറും വാപ്പിച്ചായിരിക്കും ഉണ്ടാക്കി തരിക, ഞങ്ങളൊക്കെ സഹായിക്കാറാണ് പതിവ്. ഇതിപ്പോൾ പുകയില്ലാത്ത അടുപ്പ് നമ്മൾ രണ്ടാമതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതുവരെ ഉമ്മിച്ച അതിനകത്ത് കുക്ക് ചെയ്തിട്ടില്ല. ഞങ്ങളും കൂടെ വന്നിട്ട് കുക്ക് ചെയ്യാം, ഉദ്ഘാടനം ചെയ്യാന്നൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഉമ്മച്ചി ഉദ്ഘാടനം ചെയ്തു. നെയ്യാൻകുട്ടൻ സൈഡിൽ നിന്ന് കൈകൊട്ടിയത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇക്കും വാപ്ചായും കൂടെ ഞങ്ങളെ ഫുള്ള് ഹെൽപ്പ് ചെയ്തു. ഞാനും ഉമ്മച്ചായും കൂടെ ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിച്ചു.